അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ കളറിൽ തന്നെ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സിനെ പറ്റിയിട്ടാണ്. വെറ്റ് ഓൺ വെറ്റ് ആൻഡ് വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്സ്. അപ്പം ഈ ഒരു പിക്ചറാണ് നമ്മൾ ഇന്ന് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ ഈ 2 ടെക്നിക്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ഞാനിവിടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ വെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നല്ല ക്ലീൻ വാട്ടർ വെച്ചിട്ട് നമുക്ക് വേണ്ട പോർഷൻസ് എല്ലാം നന്നായിട്ട് ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം വെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പേപ്പർ ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഷൈനിങ് വരുമല്ലോ, ഈ കാണുന്ന പോലെ ഇത്രയും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വാട്ടർ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഇത് വാട്ടർ വെച്ചിട്ട് ഇത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പിഗ്മെൻറ്റ്സ് പേപ്പറിൽ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ പിഗ്മെൻറ്റ്സ് വേണോ അത്രത്തോളം കളേഴ്സ് നമ്മൾക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരൊറ്റ ഗ്രീൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇനിയിപ്പോൾ വേറെ കളേഴ്സ് വേണമെങ്കിൽ അത് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പിക്ചർ വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ മാത്രം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം പിഗ്മെൻറ്റ്സ് വേണം അത്രത്തോളം പിഗ്മെൻറ്റ്സ് നമുക്കിവിടെ ഈ ഒരു വെറ്റ് കണ്ടീഷനിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചറിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെമണും ഞാൻ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡിൽ തന്നെയാണ് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലെമണിൻ്റെ പോർഷൻ വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം പിഗ്മെൻറ്റ്സ് വേണോ അത്രത്തോളം പിഗ്മെൻറ്റ്സ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും പോർഷൻസിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഇമേജിൽ നമ്മൾ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ബാക്കി എല്ലാ പെയിൻറ്റിങ് പ്രോസസ്സും ചെയ്യാൻ പോകുന്നത് വെറ്റ് ഓൺ ഡ്രൈ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾക്ക് അങ്ങോട്ടുള്ള പെയിൻറ്റിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീറ്റെയിലിംഗ് പ്രോസസ്സാണ്. അതായത് നമുക്കിനി വരയ്ക്കാനുള്ളത് കുറേ എലമെൻറ്റ്സ് ആണ്. കുറച്ച് ലീവ്സ് വരയ്ക്കാനുണ്ട്, ലെമൺസ് വരയ്ക്കാനുണ്ട്, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് വരയ്ക്കാനുണ്ട്. അങ്ങനെ ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി മൊത്തം ചെയ്യാനുള്ളത് എന്താ പറയുക ഡീറ്റെയിലിംഗ് ആണ്. അപ്പം ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ വേണം. എലമെൻറ്റ്സ് പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്സും ഷാർപ്പ് എഡ്ജസും ഒക്കെ ആവശ്യമുണ്ട്. സോ നമ്മൾ വെറ്റ് ഓൺ ഡ്രൈ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ വെറ്റ് ഓൺ ഡ്രൈ മെത്തേഡ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് വാട്ടർ കളറിൽ ഡീറ്റെയിൽസ് ഒക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കിനി വെറ്റ് ഓൺ വെറ്റ് മെത്തേഡിലേക്ക് വരാം. വെറ്റ് ഓൺ വെറ്റ് മെത്തേഡിൽ നമുക്ക് കൺട്രോൾ ഓവർ ദ പെയിൻറ്റ് വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ വെറ്റ് പെയിൻറ്റ് വെറ്റായിരിക്കുന്ന പേപ്പറിലോട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോ ബ്രഷ് ടച്ച് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ പെയിൻറ്റ് പേപ്പറിൽ നന്നായിട്ട് സ്പ്രെഡ് ആകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ആ പേപ്പറിൽ വെച്ച് തന്നെ സ്പ്രെഡായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു ട്രാൻസിഷനൊക്കെ അവിടെ ക്രിയേറ്റ് ആവും. ആൻഡ് പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് ഇതിൻ്റെ കളേഴ്സ് എല്ലാം ഡിഫ്യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ബ്ലറി എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചർ നമുക്ക് എന്താ പറയുക ആ പേപ്പർ ഡ്രൈ ആയി കഴിയുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് വിസിബിൾ ആവുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പെയിൻറ്റിൻ്റെ ആ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ അളവ് കുറച്ച് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ ബ്രഷ് വെച്ചിട്ട് നമുക്ക്
ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഡയറക്ഷനൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിപ്പം കളറോ വാട്ടറോ എക്സസ് ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലിഫ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള വാട്ടറും കളറൊക്കെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ്. പിന്നെ ഇതിൽ ഈ ഒരു ടെക്നിക്ക് നമ്മൾ കൂടുതൽ എവിടേക്കാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട്, ഗ്രേഡിയൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിപ്പം ചെയ്യുന്ന പെയിൻറ്റിങ്ങിൽ പലയിടത്തും കളേഴ്സ് മിക്സ് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോഗ്, മിസ്റ്റ്, പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് അതൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് സോഫ്റ്റ് എഡ്ജസ് എവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്യണോ നമുക്ക് ആ ഒരു പ്ലേസസിലെല്ലാം ഈ ഒരു വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ഈ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോട്ടൺ വാട്ടർ കളർ പേപ്പേഴ്സാണ് എപ്പോഴും ഈ ഒരു ടെക്നിക്ക് നല്ല എഫക്റ്റീവായിട്ട് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ നമുക്കറിയാമല്ലോ, വാട്ടർ കളർ പെയിൻറ്റിങ്സ് ചെയ്യുമ്പോൾ കോട്ടൺ വാട്ടർ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേപ്പർ വെറ്റ് ചെയ്യുമ്പോൾ കളേഴ്സ് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ മാത്രം വെറ്റ് ചെയ്താൽ മതി. ഒരുപാട് വാട്ടർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസിയും അതിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ കളേഴ്സ് പേപ്പറിൽ നന്നായിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ബ്ലെൻഡിങ് ഒക്കെ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. ഈ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടും നമ്മൾ പേപ്പർ വെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ, അതുപോലെ നമ്മൾക്ക് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തുമൊക്കെ പല ടൈപ്പിലുള്ള എഫക്ട്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അത് ആക്ച്വലി ഇത് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ടെക്നിക്കാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് മെത്തേഡിനെ പറ്റിയിട്ട് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കാം, ഇതുപോലത്തെ ഓരോരോ ചെറിയ ചെറിയ എക്സാമ്പിൾസ് വെച്ചിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള നല്ല ട്യൂട്ടോറിയലൊക്കെ ആയിട്ട് ഇനി നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. ബൈ.